നമ്പർ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യും. ലോഡ് ചെയ്യുക. ഇതിനെ ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ടോപ്പ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ ഇതിപ്പോൾ ഈ ഒരു വിൻഡോൻ്റെ ഇതിലേക്കല്ലേ കൊണ്ടുവരുന്നത്. ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ചെറുതാക്കാം. ക്യാമറ വ്യൂവിൽ വരിക. ജസ്റ്റ് കയറ്റി വയ്ക്കുക. കയറ്റി വെച്ചിട്ട് കറ്റ വന്നിട്ട് ഇപ്പം ഇതിൻ്റെ മെറ്റീരിയലിലെ കളർ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി കൊടുക്കുക. എന്നിട്ട് ഇവിടെ എലമെൻറ്റോ അങ്ങനെ എലമെൻറ്റിനെ പിക്ക് ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് മെറ്റീരിയൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ അസൈൻ ചെയ്യുന്ന പോലെ ഇതിന് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ ഇതിപ്പോൾ ഈ ഒരു ടൈലിന് ഒരു ഗ്ലോസിനെസ് ഇല്ലല്ലോ, ഇങ്ങനെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളിവിടെ ഈ ടൈല്, അതായത് നമ്മുടെ ഈ ഒരു ഫ്ലോറിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് മെറ്റീരിയലിൽ പോവാം. അപ്പോൾ നമ്മുടെ ഫ്ലോർ മെറ്റീരിയൽ ഞാനിപ്പോൾ ഒരു ഫ്ലോർ മെറ്റീരിയൽ എടുക്കുകയാണ്. ഇവിടെ കൊടുത്തു, ഓക്കെ കൊടുത്തു, ക്ലോസറിൽ പോയിട്ട് ഈ ഒരു മെറ്റീരിയലിനെ ലോഡ് ചെയ്തു. ഇതിവിടെ അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇവിടെ ഈ ഒരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇവിടെ, അത് പിക്ക് ചെയ്തിട്ട് ഈ വാല്യൂ കുറച്ച് താഴത്തേക്ക് ഇറക്കി വയ്ക്കുക. കുറച്ചിങ്ങനെ വൈറ്റിനോട് ഇങ്ങനെ ഇതാക്കി വയ്ക്കുക. ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തിട്ട് ജസ്റ്റ് നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ഷെൽഫിനും ആ ഒരു ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷെൽഫിനെ സെലക്ട് ചെയ്തിട്ട് ആദ്യം എഡിറ്റബിൾ പോളിയിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഓരോ എലമെൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് അത് മെറ്റീരിയൽ കൊടുക്കുക. അതുപോലെ ഗ്ലോസിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റിഫ്ലക്ഷൻ വാല്യൂ കുറച്ച് താഴ്ത്തി വയ്ക്കുക. പിന്നെ ആ ഒരു റിഫ്ലക്ഷൻ്റെ ആ ഒരു ഇത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ
വിൻഡോയും ഡോറൊക്കെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത്. അതല്ലാതെ നമുക്ക് വീറയിലും എടുക്കാൻ പറ്റും. അതായത് ഈ ബ്രൗസറിൽ പോയാലും നമുക്ക് വിൻഡോയും ഡോർ എടുക്കാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും ടൈപ്പ് ഡോറുണ്ട്. പക്ഷെ നമുക്ക് ഇതിനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റേറ്റിലുള്ള പോലെ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്കെയിൽ ചെയ്തിട്ട് സ്നാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കണം. എവിടെയാണോ ഉള്ളത് അവിടെ ഇതിനെ ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ പൊസിഷനിൽ ഇങ്ങനെ കൊണ്ടിട്ട് സ്കെയിൽ ചെയ്ത് സൈസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. പിന്നെ ഏതിനുള്ളിലാണോ ഒരു ഡോറിൻ്റെ ഗ്യാപ്പ് വരുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ തന്നെ നമുക്ക് വിൻഡോയിൽ എടുക്കാൻ പറ്റും. ഇതുപോലെ കോസ്മോസ് ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ
വിൻഡോസ് എടുക്കുന്ന പോലെ നമുക്ക് വിൻഡോസും എടുത്ത് വയ്ക്കാൻ പറ്റും. പക്ഷെ പ്രോപ്പർ സൈസായിരിക്കില്ല, അത് നമ്മളിങ്ങനെ സ്നാപ്പ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി നമുക്ക് കർട്ടൻ നമ്മൾ ഇതിന്ന് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അതല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടോപ്പിലിടുക, ഇവിടുന്ന് ലൈൻ എടുക്കുക. ലൈൻ എടുത്തിട്ട് ആദ്യം ഒരു ലൈൻ വരച്ചിരിക്കുക. ഏകദേശം ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് മോഡിഫൈയിൽ പോവുക, സ്പ്ലൈൻ എടുക്കാം. സ്പ്ലൈൻ എടുത്തിട്ട് ഇവിടെ സെഗ്മെൻ്റ് എടുത്തിട്ട് സെഗ്മെൻറ്റിൽ ഇട്ടിട്ട് ഡിവൈഡ് കൊടുക്കുക. അപ്പോൾ ഡിവൈഡിൻ്റെ വാല്യൂ കുറച്ച് 10, 12, ഓക്കെ 15 കൊടുത്തു. എന്നിട്ട് ഡിവൈഡ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോയിൻറ്റ്സ് വരും. എന്നിട്ട് വെർട്ടെക്സിൽ ഇട്ടിട്ട് ഇതിൽ ഓരോ ഒന്നിടവിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ കുറച്ചൊന്നിങ്ങനെ സ്നാപ്പ് ഓഫാക്കുക, കുറച്ചൊന്നിങ്ങനെ മൂവില്ല. ഇതിങ്ങനെ ആണ് നിൽക്കുന്നത്. ഇനി നമുക്കിതിനൊന്ന് സ്മൂത്ത് ആക്കാം. സെലക്ട് ചെയ്യാം. സ്മൂത്ത് കൊടുക്കുക. ടെക്സ്റ്റിലിട്ടിട്ട് സ്മൂത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ കർവ് പോലെ വരും. എന്നിട്ട് ഇതിന് തിക്നെസ് കൊടുക്കണമെങ്കിൽ ഒന്ന് ഷെല്ല് കൊടുക്കുക. അതായത് ക്ലോത്തിൻ്റെ തിക്നെസ് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ തന്നെ എക്സ്ട്രൂഷൻ കൊടുത്താൽ മതി. നെക്സ്റ്റ് എടുത്തിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക. എമൗണ്ട് ഒരു 150 അല്ലെങ്കിൽ ആ വിൻഡോൻ്റെ ഹൈറ്റിനേക്കാളും കുറച്ച് കൂടുതൽ ഒരു 160, 170 എങ്ങാനും കൊടുക്കുക. എന്നിട്ട് പെർസ്പെക്റ്റീവിലിട്ട് ഇങ്ങനെ നിൽക്കും. ഇനി ഇതിനെ നമ്മൾ ടോപ്പിലിട്ടിട്ട് ഏകദേശം ഇതാണ് നമ്മുടെ വിൻഡോൻ്റെ സൈസ്, ഇതിലേക്ക് ആക്കണം. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യാം. സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. ഒന്നുകൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് സ്കെയിൽ ചെയ്ത് വയ്ക്കാം. മൂവ് ചെയ്തിട്ട് ചുമരിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കരുത്. അത് കുറച്ച് ഗ്യാപ്പിട്ടിട്ട് ഇങ്ങനെ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ക്യാമറ വ്യൂവിൽ പോവുക. ഇതിന് സെലക്ട് ചെയ്തിട്ട് മുകളിലോട്ടേക്ക്
മെറ്റീരിയൽ കൊടുക്കാം. നമ്മൾ മെറ്റീരിയൽ എടുക്കാം, ഇറക്കാം. സെലക്ട് ചെയ്യുക, മെറ്റീരിയൽ ആക്കാം. പോയ ഫാബ്രിക് ഉണ്ട്, ഫാബ്രിക്കിൽ ഏത് മെറ്റീരിയലാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് പിക്ക് ചെയ്ത് ഈ ടൈപ്പിൽ മെറ്റീരിയൽ ഉണ്ട്. മെറ്റീരിയൽ കൊടുത്തു എന്താണ് അസൈൻ ചെയ്യുക. അപ്പം ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ ഒരു ഇതിൽ പോയിട്ട് ഇവിടെ കളർ മാറ്റി കൊടുത്താൽ ലൈറ്റ് ഷെയ്ഡാക്കണം, ാക്കി കൊടുക്കുക, ചേഞ്ച് ആവും. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് കർട്ടൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് നോക്കുന്നത് വാക്ക് ത്രൂ ആണ്. വാക്ക് ത്രൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ലേഔട്ടൊക്കെ സെറ്റ് ചെയ്തതാണ്. ഇത് നമ്മൾ വാക്ക് ത്രൂ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു ലൈൻ എടുത്തിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ്. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഏകദേശം ഇവിടെ വരെ വരച്ചിട്ട് ഈ ഡോറിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് വാക്ക് ത്രൂ വേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ലൈനിനെ സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂവിലിടുക. ഈ ലൈൻ ഇവിടെയാവും എടുക്കുന്നുണ്ടാവുക. അതിനൊന്ന് ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ഈ ഒരു ഹൈറ്റിലേക്ക് വയ്ക്കാം. ഓക്കെ, ഏകദേശം ഒരു മതിലിൻ്റെ ഹൈറ്റിലേക്ക് വയ്ക്കാം. എന്നിട്ട് വീണ്ടും ടോപ്പിലിട്ടിട്ട് ക്യാമറ സെറ്റ് ചെയ്യാം. ക്യാമറ എടുക്കുക. ഇതിൽ വീറെ ക്യാമറ എടുത്തിട്ട് വീറെ ഫിസിക്കൽ എടുത്തിട്ട് ഞാനിപ്പം ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു കൊടുത്തു. എന്നിട്ട് മോഡിഫൈയിൽ പോയിട്ട് ഇതിൻ്റെ ടാർജറ്റ് ഓഫ് ആക്കാം. വാർത്തകളിൽ നമ്മൾ ടാർജറ്റ് ഓഫ് ആക്കും. എന്നിട്ട് ഈ ക്യാമറ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ഇതിലേക്ക് വരണം. അതിനുവേണ്ടി ഈ ക്യാമറയെ സെലക്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഫില്ലിംഗ് ഗേറ്റ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് കുട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലിട്ടിട്ട് കുറച്ച് കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടോപ്പിലിട്ടിട്ട് ഈ ക്യാമറയെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ആനിമേഷനിൽ പോയിട്ട് ഇവിടെ കൺസ്ട്രെയിൻ ഉണ്ട്. കൺസ്ട്രെയിനിലെ പാത്ത് കൺസ്ട്രെയിൻ എടുക്കാം. പാത്ത് കൺസ്ട്രെയിനിലെ ഈ പാത്തിനെ നമ്മുടെ ഈ വരച്ച പാത്തിനെ പിക്ക് ചെയ്യാം. നമ്മുടെ ക്യാമറ ഇവിടെ ഇരിക്കും. ഇനി നമ്മൾ ക്യാമറ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മളതിനെ പ്ലേ ചെയ്യാം. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രെയിമിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിപ്പം ഇവിടെ പോയിട്ട് ഇവിടെ ടൈം കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതെടുത്തിട്ട് ഇവിടെ ഇപ്പം എൻ്റെ ടൈം 100 ആണ് എടുക്കുന്നത്. അതൊരു 300 കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഈ ഒരു റീസ്കെയിൽ ടൈം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ
ലെങ്ത് ഓക്കെ. ഇത് ഓൾറെഡി നമ്മൾ എൻഡ് ടൈം ഇവിടുത്തെ എൻഡ് ടൈം സെറ്റ് ചെയ്താലും മതി ഓൾറെഡി. അപ്പം ഇവിടുത്തെ എൻഡ് ടൈം കൂടി ചേഞ്ച് ആവും. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് സ്പീഡ് കുറഞ്ഞില്ലേ? അപ്പം അതിൻ്റെ സ്പീഡ് കുറഞ്ഞു. ഇനി ഇതിൽ നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെൻഡറിങ്ങിൽ പോയിട്ട് സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കസ്റ്റം കൊടുത്തിട്ട് നമ്മുടെ ഫ്രെയിം ഏതാണോ വേണ്ടത് അത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ പാൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിം ഉണ്ട്. ഇത് ഓൾറെഡി ഒരു വീഡിയോ ആനിമേഷൻ വീഡിയോൻ്റെ ഫ്രെയിമാണ്. അതും പിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ സേവ് ചെയ്യണമല്ലോ. ഇതിപ്പോൾ ഒരു ആനിമേഷനായിട്ട് നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയലിൽ പോയിട്ട് ഇവിടെ റെൻഡർ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫയലുണ്ട്. അത് എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്നുള്ളടത്ത് പോയിട്ട് ഇവിടെ AVI ഫയൽ ടൈപ്പ് ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഇതിൽ വേണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ സേവ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും റെൻഡറിങ്ങിന്. അതായത് നമ്മൾ ഇത്രയും ഫ്രെയിംസ് വിത്ത് റെൻഡർ ചെയ്തുകൊണ്ടാണ് സേവ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നോർമലി നമുക്ക് കാണുന്ന രീതിയിലാണ് നമുക്കിപ്പോൾ ഇത് വാക്ക് ത്രൂ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ റെൻഡറിങ്ങിൽ നമ്മൾ സേവ് ചെയ്യുമ്പോൾ വിത്ത് റെൻഡർ ചെയ്തിട്ടായിരിക്കും സേവ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഫയലിൽ കൊടുത്ത് സേവ് ചെയ്താൽ ഇത് മൊത്തത്തിൽ സേവ് ആയിട്ട് വരും. എന്നിട്ടായിരിക്കും നമുക്ക് ആ ഒരു വാക്ക് ത്രൂ കംപ്ലീറ്റ്ലി കിട്ടുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ വാക്ക് ത്രൂ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റീരിയറിലുള്ള വാക്ക് ത്രൂ സെറ്റ് ചെയ്യാം. ഇൻറ്റീരിയർ വാക്ക് ത്രൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ വ്യൂ എടുത്തു. ഇതിലെ വാക്ക് ത്രൂ ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിലിട്ടിട്ട് ഈ ഒരു ക്യാമറ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ക്യാമറ പോയിട്ട് ഈ ഒരു ഫിസിക്കൽ ക്യാമറയിൽ ഞാനിപ്പം ഇവിടെ ഇങ്ങനെ അവിടെ ബ്ലാക്ക് വേണ്ട ഇരിക്കുന്ന
ഇല്ല, വേറൊരു ഇതുണ്ട്, ആർക്കുണ്ട്. അത് പെൻസിൽ എടുക്കാൻ പറ്റില്ല. ക്യാമറ സെറ്റ് ചെയ്യാം. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ടാർജറ്റ് ഓഫാക്കിയിടാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫിലിം ഗേറ്റ് കുറച്ച് കൂട്ടാം. ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ക്യാമറേനെ കുറച്ച് മുകളിലോട്ട് വയ്ക്കാം. ഏകദേശം സെൻറ്ററിലായിട്ട് വയ്ക്കാം. ടോപ്പിൽ വന്നിട്ട് ഈ ക്യാമറയുടെ ഇവിടെ ഒരു ഓട്ടോ കീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൺ ആക്കാം. ഇതാണ് നമ്മുടെ അനിമേഷന് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ല, വാക്ക് ത്രൂ എടുക്കുമ്പോൾ 0 തൊട്ടിട്ട് 100 വരെയാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡാണ് ഇപ്പോൾ ഇവിടെ 0ലാണ് കിടക്കുന്നത്. നമ്മളിതിൽ കീ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ സെറ്റ് കീ കൊടുത്തു. ഓക്കെ, സെറ്റ് കീ കൊടുത്തിട്ട് ഞാൻ ഈ ക്യാമറേനെ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എത്രയിലാണ് നമുക്ക് അനിമേഷൻ വേണ്ടതെന്ന് നമുക്ക് ഈ സംഭവത്തിനെ കുറിച്ച് ഞാനിപ്പോൾ ഒരു 75 വെച്ചു. എന്നിട്ട് ഈ ക്യാമറേനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ സെറ്റ് കീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 2 കീ ഇവിടെ ആദ്യം ഒരു കീ 0യിൽ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 75 എത്രയാണ് ആ ഒരു ഇത് വേണ്ടത് അതിൽ വെച്ചിട്ട് ഒരു കീ കൂടി സെറ്റ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിരുന്നു. എടുത്തിട്ട് ഇവിടെ ഓട്ടോ കീ ഓണാക്കി ഇവിടെ ഒരു കീ സെറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇതിനാദ്യം മൂവ് ചെയ്തിട്ട് ഒരു 75 വയ്ക്കാം. പിന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. എന്നിട്ട് വീണ്ടും സെറ്റ് കീ കൊടുക്കാം. ഇതിപ്പോൾ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനെ ക്യാമറ ഇട്ട് നോക്കാം. ഓഫാക്കി പിന്നെ ഫിലിം ഗേറ്റിൻ്റെ വാല്യൂ കൂട്ടി ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് പിന്നെ ഹൈറ്റ് കുറച്ച് സെൻറ്ററിലാക്കി വെച്ചു. പിന്നെ വീണ്ടും ടോപ്പിൽ വന്നിട്ട് നമ്മളിവിടെ ഓട്ടോക്കി ഓണാക്കി. എന്നിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് ആദ്യം 0യിൽ വെച്ചു. എന്നിട്ട് ഇവിടെ ഒരു സെറ്റ് കീ കൊടുത്തു. റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ 70യിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തു. വീണ്ടും വെച്ചു. എന്നിട്ട് വീണ്ടും സെറ്റ് കീ കൊടുത്തു. ഇതിങ്ങനെ റൊട്ടേറ്റ് ആവുന്നു. ഇനി നമ്മൾ ക്യാമറ വ്യൂ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ പാത്ത് പോലെ വരച്ചിട്ട് ചെയ്യണമെങ്കിലും ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു പാത്ത് പോലെ കയറി വരുന്ന പോലെ അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ക്യാമറ ഫുള്ളായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യലാണ്. ഓക്കെ, നമ്മളിവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ക്യാമറ സൂം ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ക്യാമറ എന്ന് പറയുന്നത്
ഇങ്ങനെ നമുക്ക് ക്യാമറ ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. പിന്നെ വരുന്നത് ഈ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റെപ്സിലോട്ട് അങ്ങനെ അയക്കാൻ പറ്റും. സ്റ്റെപ്സ് ഇവിടെ നിന്ന് ക്യാമറ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് മുകളിൽ കയറണം കയറും. ആ അങ്ങനെ സെറ്റ് ചെയ്യാൻ ക്യാമറ മുകളിൽ കയറുന്നില്ല. ആ ലൈന് നമ്മൾ ലൈൻ വെച്ച് വരച്ചില്ലേ അതിനകത്ത് സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സ്റ്റെപ്പിലുള്ള ഹൈറ്റും നമ്മുടെ ക്യാമറയുടെ ഹൈറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്ന് പറയുമ്പോൾ ആ ഒരു റൂമിൽ തന്നെ സൂമാണ്. ഈ ഒരു ഡെയിലി ക്യാമറ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ ഒരു റൂമിൻ്റെ പുറത്തേക്കും ഒക്കെ സൂമാവാണ് ചെയ്യുക. ഓക്കെ. പിന്നെ വരുന്നത് ഈ ഒരു റോൾ ക്യാമറയാണ്. ഇങ്ങനെ മൊത്തത്തിൽ റോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. ഇങ്ങനെ ചുറ്റാൻ റോൾ ചെയ്യാനൊക്കെ പറ്റുന്ന ഓപ്ഷനാണ്. പിന്നെ വരുന്നത് ഇത് ഓരോരോ സൂം ഓപ്ഷൻസ് ആണ്. ഇത് ബാത്റൂമിനുള്ള ഓപ്ഷനാണ്. ഇത് ഓർബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മൾ ഓൾട്ട് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഇതുള്ളത്. ഇത് മാക്സിമൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 വ്യൂവിൽ കിട്ടും. ഇത്രയാണ് ഈ ഒരു ആനിമേഷൻ്റെ ടൂൾസാണ് ഇതൊക്കെ വരുന്നത്. ക്യാമറ സെറ്റിങ്സിലുള്ള ടൂൾസാണ്. പോർഷൻസ് ഒരുവിധം കവറായിട്ടുണ്ട്. അപ്പം സ്റ്റെപ്സ് കയറുന്നത് ബാത്റൂം വേണമെന്നില്ല. ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. നമ്മുടെ പ്രൊജക്റ്റ് കഴിഞ്ഞെങ്കിൽ മെറ്റീരിയൽ ഇവിടെ വന്നിരുന്ന് കൊടുക്കേണ്ടി വരും. അതിൽ ബിയർ ഉണ്ട്, പക്ഷേ അതിൽ മെറ്റീരിയൽ കൊടുക്കാൻ നെറ്റ് വേണം. നെറ്റ് കണക്ട് ചെയ്ത ക്രാക്ക് പിടിക്കുക. റെവിറ്റ് ഉള്ളതുകൊണ്ട് മെറ്റീരിയൽ ഇവിടെ വന്നിരുന്ന് കൊടുക്കേണ്ടി വരും. പ്രൊജക്റ്റ് കഴിയാറായിരുന്നു. സ്റ്റോറി അല്ലേ ചെയ്യുന്നത്? എങ്ങനെ വെർട്ടെക്സ് ആടാക്കണം? സ്പ്ലൈന് വെർട്ടെക്സ് ആടാക്കണം. അത് ഡിവൈഡ് കൊടുത്താൽ മതി. ഡിവൈഡ് അല്ലാത്ത നമ്മൾ അതിന് ലൈൻ വരച്ചിട്ട് അതിൽ വെർട്ടെക്സ് ആഡ് ആക്കാനല്ലേ? ഡിവൈഡ് യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കണക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കണക്ട് മറ്റേ പോയിന്റ് പറ്റുള്ളൂ. ഇതിൽ ഡിവൈഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇൻസെർട്ട് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കാൻ പറ്റും. എന്ത് ചെയ്യാനാ? കുറേ പോയിന്റ്സ് ഈക്വൽ ഡിസ്റ്റൻസിലാണെങ്കിൽ ഡിവൈഡ് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യമുള്ള പോയിന്റ്സിനെ വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും ഡിവൈഡ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ്. ആ ഒരു സ്പ്ലൈൻ
ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനാണ്. ആ. അപ്പൊ ആദ്യം ഇതിനെ സ്പ്ലൈൻ ആക്കണം, കൺവേർട്ട് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കണം. എന്നിട്ട് ഇതിലെ ഇപ്പൊ ഇതിനെയാണ് ഇങ്ങനെയാണ് കട്ട് ചെയ്യണ്ടെങ്കിൽ സെഗ്മെന്റ് സെലക്ട് ചെയ്തിട്ട് ഇതിനെയും ഈ ലൈനിങ് കൺട്രോൾ യൂസ് ചെയ്ത് ഇത് രണ്ടിനും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡിവൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഡിവൈഡ് അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര സെഗ്മെന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നമ്പർ സ്പ്ലൈനിലിട്ട് ചെയ്യാൻ നോക്കാം. സ്പ്ലൈനിലിട്ടിട്ട് സ്പ്ലൈനിലിട്ട് ഈ ഭാഗം നോക്കാം. മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഈ ഭാഗം സ്പ്ലൈനിൽ കിടക്കണം. എനിക്ക് ഇവിടെ സ്പ്ലൈനിലിട്ട് ചെയ്യാൻ പറ്റില്ല. ഏതാണോ കട്ട് ചെയ്യേണ്ടത് അത് ആ 2 ലൈന് സെഗ്മെന്റ് ആയിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന് ഇങ്ങനെയാണ് ഈക്വൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുന്നതെങ്കിൽ സെഗ്മെന്റിൽ ഇട്ടിട്ട് ഇതിന് ഇതായിട്ട് ഡിവൈഡ് ഇപ്പോൾ 1 കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈക്വൽ 2 ഹാഫായിട്ട് വരും. എന്നിട്ട് ഇതിന്റെ നമ്മളിവിടെ ക്രിയേറ്റ് ലൈൻ കൊടുത്തിട്ട് സ്നാപ്പ് ഓഫ് ആക്കിയിട്ട് ഇതിനെ രണ്ടിനും കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കും. ഇത് രണ്ടും ഇതായി. എന്നിട്ട് ഇതിനിപ്പോൾ രണ്ടെണ്ണം സ്പ്ലിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് 2 സൈഡിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ചെയ്യേണ്ടി വരും. ചേച്ചി നമ്മളിപ്പോൾ എഡിറ്റബിൾ പോളി കൊടുത്തിട്ട് അതിനകത്ത് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കാൻ പറ്റും. എഡിറ്റബിൾ സ്പ്ലൈൻ എന്ന് പറഞ്ഞാൽ 2D അല്ലേ, അതായത് ലൈൻ എടുത്ത് വരയ്ക്കുന്നതല്ലേ. അതിന് പോളീനെ സ്പ്ലൈൻ ആക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ പോളിയിൽ എന്ത് ചെയ്യാനാ? പാല് വരച്ച് അതിൻ്റെ ഇടയിൽ ഒരു ഇങ്ങനെ കട്ടിങ് ഹോൾ കൊടുക്കാൻ. അതിൽ പോളിയിൽ ചെയ്യാനോ നമ്മള് ഡോർമിൻ്റെ ഒക്കെ കട്ട് ചെയ്യുന്ന ഫസ്റ്റ് പറഞ്ഞില്ലേ, ഫസ്റ്റ് ക്ലാസ്സിൽ പോളിയിൽ വെച്ചിട്ട് അതുമാതിരി ചെയ്താൽ മതി. അല്ലെങ്കിൽ പ്രൊബൂളിയം വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. നമുക്ക് ഏത് ഷേപ്പിലാണോ വെക്കുന്നത് അത് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി.